So guys, welcome back. I watched Spider-Man Brand New Day, starring Tom Holland, Zendaya. ഇത് MCU സീരീസിലെ തന്നെ സ്പൈഡർമാൻ്റെ സ്റ്റാൻഡ് അലോൺ മൂവീസിലെ ഫോർത്ത് മൂവിയാണ്. സോ ഇതുവരെ നമ്മൾ കണ്ട സ്പൈഡർമാൻ മൂവീസിൽ നിന്ന് അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് ദിസ് വൺ. അവഞ്ചേഴ്സ് അല്ലെങ്കിൽ MCUവിൻ്റെ തന്നെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും ഇമോഷണൽ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിലും അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും MCU സീരീസിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അതുപോലെ സ്പൈഡർമാൻ്റെ 4 സിനിമകളെയും ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ നിസ്സംശയം പറയാൻ പറ്റുന്ന മൂവിയാണ് സ്പൈഡർമാൻ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ഒരു ടീനേജ് ബോയ്, ആൾക്ക് സ്പൈഡറിൻ്റെ അബിലിറ്റീസ് കിട്ടുന്നു. അപ്പോൾ പുള്ളിക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ അപ്പോൾ ഹോം കമ്മിങ് ആണെങ്കിലും ഫാർ ഫ്രം ഹോം ആണെങ്കിലും നോ വേ ഹോം അതെ, ഇതിലൊക്കെ ആണെങ്കിലും നമുക്ക് വേറൊരു സൂപ്പർ ഹീറോയുടെ അസിസ്റ്റൻസ് സ്പൈഡർമാന് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് മൂവി ആണെങ്കിൽ ഇപ്പോൾ ടോണി സ്റ്റാർക്കാണ് പുള്ളിയുടെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത്. ടോണി സ്റ്റാർക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ടും പിന്നെ തേർഡ് മൂവിയിലേക്ക് വരുമ്പം ആൾ ഒറ്റപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും മൾട്ടിവേഴ്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ പഴയ സ്പൈഡർമാന്മാർ കയറി വരും. അങ്ങനെ ആളങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഭയങ്കര റയറായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം സ്പൈഡർമാൻ മൂവീസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു ചെറിയ ഒരു ഗ്ലിംസ് എന്ന് വേണം പറയാം. ഇപ്പോൾ സ്പൈഡർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ വ്യക്തി ആരാന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് മൂവിയിലാണ് ഈ പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞൊരു ടീനേജ് ബോയാണ് സ്പൈഡർമാൻ എന്ന് അതിലെ മിസ്റ്റീരിയോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ലോകത്തിന് വെളിപ്പെടുത്തും. സോ അത് ലോകം മറന്നു പോകാൻ വേണ്ടിയിട്ട് ഈ പീറ്റർ പാർക്കർ എന്ന ക്യാരക്ടർ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പുള്ളി അവർ മറക്കാൻ പാടില്ല ഇവർ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കുറേ അലമ്പുണ്ടാക്കും. സോ നമുക്കറിയാം ഒരു ടീനേജ് ബോയുടേതായ എല്ലാ വെപ്രാളങ്ങളും ഉള്ള ഒരു സ്പൈഡർമാനാണ് അതുവരെയുള്ള സ്പൈഡർമാൻ. അപ്പം അത് വെച്ചിട്ട് പുള്ളി ആ സ്പെല്ല് മിസ്കാസ്റ്റ് ആയിട്ട് മൾട്ടിവേഴ്സ് ഓപ്പൺ ആവും. അങ്ങനെയാണ് പഴയ സ്പൈഡർമാന്മാരും പഴയ വില്ലന്മാരും എല്ലാം കയറി വരുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം എർത്തിൻ്റെ എല്ലാ വേരിയേഷനിൽ നിന്നും എല്ലാ ടൈപ്പ് വില്ലന്മാരും ഈ ഒരു യൂണിവേഴ്സിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ അവസാനം ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയും വീണ്ടും സ്പെല്ല് കാസ്റ്റ് ചെയ്ത് എല്ലാവരും സ്പൈഡർമാനെ മറന്നു പൊക്കോട്ടെ എന്ന്. അങ്ങനെ സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ പീറ്റർ പാർക്കറാണ് എന്ന കാര്യം ലോകം മൊത്തം മറന്നു പോകുന്നിടത്താണ് നമ്മൾ നോ വേ ഹോം എന്ന സിനിമ അവസാനിക്കുന്നത്. സോ ഈ മൂവിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം സ്പൈഡർമാൻ എന്ന വ്യക്തിക്ക് ഒരു കമ്പനിയില്ല, ഒരു കൂട്ടുകാരനോ ഒരു ഗേൾ ഫ്രണ്ടോ അങ്ങനെ എന്താ പറയുക ഒരു മെൻറ്ററോ ആരുമില്ല. പുള്ളി ഒറ്റയ്ക്കാണ്. എന്തൊക്കെ വന്നാലും ഒറ്റയ്ക്കാണ് പുള്ളി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് പുള്ളിക്ക് അതിൻ്റെതായ സ്ട്രെസ്സും സ്ട്രഗിളും ഡിപ്രഷനും പിന്നെ പുള്ളിയുടെ സ്പൈഡർ ആയുസ് അല്ലെങ്കിൽ പുള്ളിക്ക് സ്പൈഡർ ഏതാണ് ഒരു ഹാഫ് സ്പൈഡർ ഹാഫ് മാൻ ആണല്ലോ. അപ്പം ആ ഒരു സ്പൈഡറിൻ്റെ ആയുസിലെ പുള്ളി ഒരു തേർഡ് ഫേസിലേക്ക് കിടക്കുന്ന ഒരു സ്റ്റേജും കൂടെയാണ്. അപ്പോൾ പുള്ളിക്ക് പുതിയ അബിലിറ്റീസൊക്കെ കിട്ടാവുന്ന ഒരു സ്റ്റേജിലേക്കാണ്. പക്ഷേ അതിനൊപ്പം തന്നെ അതിൻ്റെതായ സ്ട്രഗിൾസും പുള്ളിക്ക് നേരിടേണ്ടി വരും. സോ അതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും സ്പൈഡർമാനാണ് ന്യൂയോർക്കിൻ്റെ സൂപ്പർ ഹീറോ. ബാക്കി ആരുമില്ല. പ്രസൻറ്റ് അവഞ്ചേഴ്സ് എല്ലാം വേറെ എവിടെയൊക്കെയാണ്. ഇവിടെ ആകെ വരുന്നത് മറ്റേ യെലേന ബെലനോവ എന്ന് പറയുന്ന മറ്റേ നമ്മുടെ നടാഷ റോമനോഫിൻ്റെ സിസ്റ്റർ ക്യാരക്ടറുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ഈ സിനിമയിൽ എപ്പോഴും ഒരു ബാത്ടബിലാണ്. അതാണ് പുള്ളിക്കാരത്തിൻ്റെ ഓഫീസ്. പിന്നെ വേറെ അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത് പണീഷറാണ്. ഞാൻ പണീഷറിൻ്റെ സീരീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ അങ്ങനെ പണീഷറിൻ്റെ സീരീസ് അല്ലെങ്കിൽ പണീഷർ എന്ന ക്യാരക്ടർ ആരാന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് അതൊരു ഇഷ്യൂ ആയിട്ട് വരത്തില്ല. കാരണം എല്ലാം പണീഷർ ആരായിരുന്നെന്നും പുള്ളി എന്തുകൊണ്ട് അങ്ങനെ ആയെന്നൊക്കെ ഭയങ്കര ഒരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ ഈ സിനിമയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഈ സ്പൈഡർമാൻ്റെ തന്നെ മൂവീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇതിലെ പഴയ ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലാകും എന്താണ് ഇതിൻ്റെ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ 3 മൂവീസ് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന്. കാരണം ഇതൊരു ഫ്രഷ് മൂവി ആയിട്ട് പോയി കാണാനുള്ള വർത്തുണ്ട്. പിന്നെ ഈ ട്രെയിലറിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമുക്കങ്ങനെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവിയല്ല. ഇത് പക്ക ക്യാരക്ടർ ഡ്രിവൺ മൂവിയാണ്. ആ സ്പൈഡർമാൻ എന്ന ടീനേജ് പോയി അഡൾട്ട്ഹുഡിലേക്ക് വരുന്ന ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയാം. അങ്ങനെയും പറയാം. അതായത് ആളൊരു മെച്യൂർ അഡൾട്ട് ആകുന്നു. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി പുള്ളി അച്ചീവ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതിൻ്റെ പുള്ളി ആ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നത് എല്ലാം ഒറ്റയ്ക്കാണ് പുള്ളി. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ സ്ട്രഗിൾ ഇപ്പം ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഏതോ ഒരു ഫോറിൻ റിവ്യൂവറിൻ്റെ ഒരു അങ്ങനെ റിവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്.
ഈ ഇന്ത്യൻ മൂവീസിലെ ഹീറോസ് നമ്മളിപ്പോൾ ഇവിടെ ഹീറോയിസം കാണിക്കുമ്പം എവിടെയും സ്ട്രഗിൾ കാണുന്നില്ല. ക്യാരക്ടർ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ക്യാരക്ടർ ബേസ്ഡ് മൂവീസ് ഇപ്പോഴാണ് മിക്കവാറും വരുന്നത്. സോ ഇവിടെ ആ ക്യാരക്ടർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പഴയ ആ ഒരു ടീനേജ് സ്പൈഡർമാൻ എന്ന ഒരു കുട്ടിയോട് എന്നതിനേക്കാളും ഈ ഒരു അഡൾട്ട് സ്പൈഡർമാനോട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഈ എന്താ പറയുക, സോ കോൾഡ് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആണെങ്കിൽ തന്നെയും അയാളുടെ ഉള്ളിലുണ്ടാകുന്ന വിഷമങ്ങളും സ്ട്രഗിളും ഒക്കെ നമുക്ക് പ്രസൻ്റ്ലി നല്ല രസമായിട്ട് തന്നെ നമുക്ക് ആ ക്യാരക്ടറായിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു തിയേറ്ററിൽ കാണേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പൈഡർമാൻ്റെ ഈ സ്വിങ് ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ ബിൽഡിങ് ചാടി ചാടി കടന്നു പോകുന്ന, അത് 3Dയിൽ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സാധനമാണ്. അത് ഭയങ്കര രസമാണ്. ഈവൻ ഈ ഹൈറ്റൊക്കെ പേടിയുള്ളവരാണെങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. കാരണം അവരത് ഇത്ര നാളും നമ്മൾ സ്പൈഡർമാൻ സ്വിങ് ചെയ്യുന്ന ഒരു തേർഡ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്പൈഡർമാൻ്റെ ഒപ്പം സ്വിങ് ചെയ്യുകയാണ്. അപ്പം അത് ഭയങ്കര രസമാണ്. പിന്നെ ഇമോഷണൽ വൈസ് ആണെങ്കിലും ടോം ഹോളണ്ട് ആ ക്യാരക്ടർ പക്ക അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ ടീനേജ് ഗൈഡ് ഇമോഷൻസിൽ നിന്ന് ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ഇമോഷൻസിലേക്ക് പുള്ളി അത് ഭയങ്കര രസമായിട്ട്, അതായത് നമ്മൾ പുള്ളിയുടെ ഒരു ഫാനായി പോകും ഈ ഒരു സിനിമ കഴിയുമ്പോൾ. പിന്നെ സ്പൈഡർമാൻ കുറേ കൂടെ അപ്ഗ്രേഡഡ് ആവുകയാണ്. സോ അതാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ചാണ്. പറ്റുമെങ്കിൽ ഒരു കൊള്ളാവുന്ന ഒരു 3D തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ നാട്ടിലാണ് കണ്ടത്. കുറ്റം പറയുകയല്ല, എങ്കിലും പറയേണ്ട കാര്യമായതുകൊണ്ട് പറയുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ ഇടുക്കിയിൽ കട്ടപ്പന സിനിമ കാണാൻ പോകുന്നവർ പറ്റുമെന്നുണ്ടെങ്കിൽ 3D കാണാൻ പറ്റിക്കുക. കാരണം എസ്പെഷ്യലി സാഗര ഐശ്വര്യ, ഈ 2 തിയേറ്ററുകൾ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് 4K ഡോൾബി അറ്റ്മോസ് എന്ന രീതിയിലാണെങ്കിലും നമ്മൾ കാണുന്നത് ഒരു 144p സിനിമയിലെ 3D ഗ്ലാസ് വെച്ച് കാണുന്നൊരവസ്ഥയാണ്. അത് 3D ഗ്ലാസ് വെച്ചാൽ പിന്നെ മൊത്തം ഇരുട്ടാണ്, മറ്റേ സിനിമ പറയുന്നത്. പിന്നെ ചുറ്റോളൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ലൈറ്റ് കളിച്ച് നോക്കണം സ്ക്രീനിലേക്ക് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി ഒരു കംപ്ലയിൻറ്റ് ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നു. അറ്റ്ലീസ്റ്റ് അവഞ്ചേഴ്സിൻ്റെ ഡൂംസ്ഡേ വരുമ്പോഴെങ്കിലും അതിനൊരു മാറ്റം വരുവാണെങ്കിൽ നല്ലതായിരുന്നു. ഫ്രസ്ട്രേഷനാണ് ശരിക്കും. കാരണം നമ്മൾ പൈസ കൊടുത്ത് ഇവിടെ ഇവർ 3D ഗ്ലാസ്സിന് എക്സ്ട്രാ 30 റുപ്പീസ് വാങ്ങിക്കും, എന്നിട്ടത് തിരിച്ചു കൊടുക്കാൻ വേണം. എന്നാൽ ആ 30 രൂപയ്ക്ക് തരുന്ന ഗ്ലാസ്സിന് എന്തെങ്കിലും ഒരു വാല്യൂ വേണ്ടേ, ഒരു ക്വാളിറ്റി വേണ്ടേ? അതില്ല. 3D എന്നല്ല 2D കാണുമ്പോഴാണെങ്കിലും ഇപ്പം നോർമലി ഇപ്പം ഞാൻ എറണാകുളത്തെ തിയേറ്ററുകളിൽ മൾട്ടിപ്ലക്സിലെ ക്വാളിറ്റി ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇവിടെ പറയുന്ന ക്വാളിറ്റി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ നോർമൽ സിനിമ കാണുമ്പോൾ പോലും ഈ സ്ക്രീനിൽ ഇരുട്ടാണ്. സോ അത് നല്ലൊരു ക്രിറ്റിസിസമായിട്ട് എടുത്ത് ഇത് കാണുവാണെങ്കിൽ അവർ മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നല്ലൊരു 3D വിഷ്വലി എന്താ പറയുക, ഒരു 4K 7.1 ഡോൾബി അറ്റ്മോസിൽ തന്നെ കാണാൻ ശ്രമിക്കുക. വർത്ത് വാച്ചാണ്. പുതിയ സെറ്റപ്പാണ്. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ, എല്ലാം സെറ്റപ്പാക്കി വരുന്നേ ഉള്ളൂ. സോ ഇനി ഫ്രീക്വൻ്റ്ലി വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.